ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്ന് വലിയ വീഡിയോ ഒന്നല്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ആകെ കൂടി 2 വെറൈറ്റി പ്ലാന്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പ്രൈസിൻ്റെ 2 വെറൈറ്റി, അതായത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി ഉണ്ട്, പിന്നെ അതുപോലെ ബിർക്കിൻ്റെ നോർമൽ ബിർക്കിനാണ് കേട്ടോ അത്. അപ്പോൾ ഈ 2 പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഈ ട്രയലുള്ള അത്ര ക്വാണ്ടിറ്റി തന്നെ ഉള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ചിട്ടാണുള്ളത്. അങ്ങനെ 8 ബിർക്കിൻ പിന്നെ കുറച്ച് അഗ്ലോണിമകൾ അതാണ് ഉള്ളത്. അപ്പം ഞാൻ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല. ഇതിൽ ബ്യൂട്ടി അത് അങ്ങനെ വാലന്റൈൻ അങ്ങനെയൊക്കെ നമുക്ക് മിക്സ് വന്നിട്ടുണ്ട്. ചിലതിനകത്തൊക്കെ ഷൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇത് പുതിയത് വന്നോന്നല്ല കേട്ടോ, ഇതെനിക്ക് പണ്ട് മുന്നേ അന്നെടുത്ത ലോഡിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്ക് നെറ്റ് പോട്ട് പ്ലാന്റ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ. പക്ഷേ നെറ്റ് പോട്ട് പ്ലാന്റ്സ് നമ്മൾ വെക്കുമ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഞാൻ നെറ്റ് പോട്ടൊക്കെ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യണം. കുറേ പേർക്ക് അത് റിമൂവ് ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ സെയിലിനിടാണ്ട് വെച്ചേക്കായിരുന്നു. അപ്പം നെറ്റ് പോട്ടൊക്കെ അന്ന് റിമൂവ് ചെയ്ത് ഞാനിത് റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ റിമൂവ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കാൻ എനിക്കൊരു മടി, കാരണം കംപ്ലയിൻറ്റ്സ് വന്നാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട് വെച്ച് സെറ്റ് ചെയ്തിട്ട്. 1 മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നെറ്റ് പോട്ടൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ട്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഓക്കെ ആയ കാരണമാണ് ഞാൻ സെയിലിനായിട്ട് ഇടുന്നത് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ട്. ഇതിൽ എല്ലാത്തിലും ഷൂട്ട് ഉണ്ടാവില്ല, ചിലതിനകത്തൊക്കെ ഷൂട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കറക്റ്റ് നോക്കിയത് കണ്ട ഇതിനകത്തൊക്കെ ഉണ്ട്, ഇങ്ങനെ വരുന്നുണ്ട് ഷൂട്ട്സ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ, കുഞ്ഞു പ്ലാന്റ് ഒന്നല്ല. ചിലത് മാത്രം ഇത്തിരി ചെറുതെന്ന് പറയാനുള്ളൂ, ബാക്കിയെല്ലാം മിക്കതിനകത്തും ഷൂട്ട്സ് ഉണ്ട് കേട്ടോ. ചിലയിലൊന്നുമില്ല, എന്നാലും ഒരുവിധമൊക്കെ ഇങ്ങനെ ഷൂട്ട് വരുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു 4, 8, 9, 10, 12 പ്ലാന്റോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്ലാന്റ് ഇതിൽ മിക്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കറക്റ്റ് പറയുന്നില്ല. റെഡ് വെറൈറ്റി ആണ്, റെഡ് വരുന്ന വെറൈറ്റി ആണ്, ഗ്രീൻ അല്ല, റെഡ് വെറൈറ്റി ആണ് കേട്ടോ. അത് എല്ലാം അത്യാവശ്യം നല്ല മെച്ചോർഡും അത്യാവശ്യം ഈ പ്ലാന്റിൻ്റെ ഒരു മാക്സിമം വലിപ്പം ഇതിനുണ്ട് കേട്ടോ. മിക്കതിനും ചിലത് മാത്രം ഇത്തിരി ചെറുതെന്ന് പറയുള്ളൂ, എന്നാലും ബാക്കിയുള്ളതൊക്കെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് റേറ്റ് വന്നിട്ട് 130 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 130 ആണ് കേട്ടോ. നമുക്ക് കണ്ടോ വലിപ്പം കണ്ടില്ലേ. അപ്പോൾ ഇതിലുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് തരാനായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബിർക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ബിർക്കിൻ്റെ എല്ലാം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ബിർക്കിൻ്റെ സൈസ് വരുന്നത്. ഇതിലുള്ള അത്രയും തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ കൊടുക്കാനായിട്ട്. ബിർക്കിൻ്റെ റേറ്റ് വന്നിട്ട് 60 രൂപയാണ് കേട്ടോ ബിർക്കിൻ്റെ റേറ്റ് വരുന്നത്. 8 പ്ലാന്റ് നമുക്ക് ബിർക്കിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പ്ലാന്റ്സാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ കലാത്തികൾ നമുക്കിപ്പോൾ കഴിഞ്ഞിരിക്കണം, അധികം ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ബാക്കിയുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വെച്ചേക്കാണ്, കുറേ പേര് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന അഗ്ലോണിമകളൊക്കെ കണ്ടോ നിങ്ങൾ, കുറേ വെറൈറ്റികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. വേറെ ഉണ്ട്, അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കണ കാരണം ഈ ഒരു സെക്ഷൻ കാണിക്കാമെന്ന് എഴുതിയിട്ടാണ്. ഇതെല്ലാം ഞാൻ റൂട്ടിങ്ങിന് വെച്ചിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അതായത് ഇതിലിരിക്കുന്ന പ്ലാന്റുകൾക്ക് ഒന്നിനും റൂട്ടില്ലാത്ത പ്ലാന്റുകളാണ്. ഞാൻ റൂട്ട് പിടിപ്പിക്കുന്ന രീതിയാണ്. ഞാൻ ഒരു പ്ലാന്റിനെ സിംഗിളായിട്ടൊരു പോട്ടിൽ വെച്ച് റൂട്ട് പിടിപ്പിക്കാറില്ല. അങ്ങനെ പിടിപ്പിക്കുമ്പോൾ എനിക്ക് റൂട്ട് പിടിച്ച് കിട്ടാറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ കട്ടിങ്ങൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒരു വെറൈറ്റീനെ ഒരു ചട്ടിയിൽ തന്നെ ഒരു 5-6 എണ്ണം, അത് അഗ്ലോണിമ എന്നല്ല, എന്ത് വെറൈറ്റി ആണെങ്കിലും കട്ടിങ് വയ്ക്കുന്ന പ്ലാന്റുകളെല്ലാം ഞാൻ ഒരു ചട്ടിയിൽ വയ്ക്കും. ഇതിൽ 1-2 എണ്ണം മാത്രം പ്ലാന്റ് ഉണ്ട് കേട്ടോ കോബ്രയുടെ. ബാക്കിയുള്ളതൊക്കെ ഞാൻ റൂട്ടിന് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ റൂട്ടിങ്ങിന് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഒന്നും റൂട്ടില്ലാത്ത പ്ലാന്റുകളാണ്, ഇതൊക്കെ റൂട്ടില്ലാത്തതാണ്. കണ്ടോ, ഇതെല്ലാം ഞാൻ അങ്ങനെ ഒരു പോട്ടിനകത്ത് നോക്കി ഇതിനകത്ത് 4 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതൊന്നും റൂട്ടില്ല, അതൊക്കെ റൂട്ട് പിടിപ്പിക്കാൻ വെച്ചേക്കാം. 3 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്ത് എത്ര 2 എണ്ണം ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ റൂട്ട് പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടല്ലോ, ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒരു പോട്ടിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു പോട്ടിൽ കുറേ ചെടികൾ നമ്മളിങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് റൂട്ട് വരും, അതായത് കംപ്ലയിൻറ്റ്സ് വരില്ല. മറിച്ച് ഈ ഒരു പ്ലാന്റിനെ സിംഗിളായിട്ട് റൂട്ടില്ലാത്തൊരു പ്ലാന്റിനെ കട്ട് ചെയ്ത് ഞാൻ ഒരു പോട്ടിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സാധനം ഇലകൾ ഓരോന്ന് കൊഴിഞ്ഞ് കംപ്ലയിൻ്റ് ആയി പോകും. പക്ഷേ ഒരു പോട്ടിലിപ്പോൾ കണ്ടോ, ഇതൊക്കെ ഞാൻ റൂട്ടിന് വെച്ചിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ 2 എണ്ണം,
ഇവിടെ ഒരെണ്ണം 3 എണ്ണം, ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്ന പോയി വീണ്ടും വരുന്നുണ്ട് 4 അങ്ങനെ കേട്ടോ. ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ റൂട്ടാവാൻ വേണ്ടി വെച്ചിട്ടുള്ള പ്ലാന്റ്സാണ് ഫുള്ള്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് അഗ്ലോണിമകൾക്ക് റൂട്ട് വരും. റൂട്ടില്ലാത്ത പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ കട്ടിങ് എടുക്കുന്ന പ്ലാന്റുകൾ ഓരോന്നിലായിട്ട് ഞാൻ കുത്താറില്ല. എന്ത് പ്ലാന്റ് കട്ടിങ് എടുക്കുകയാണെങ്കിലും ഒരു ചട്ടിയിൽ ഒരു 5-6 എണ്ണം ഒരുമിച്ച് വെക്കും. അപ്പോൾ പെട്ടെന്ന് ഗ്രോത്തും വരും റൂട്ടും വരും കേട്ടോ. അപ്പം ഞാൻ അത് കുറേ നാളെ ഇതത് ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോ കാരണം ഇതിൻ്റെ കൂടെ ചെയ്യാമെന്ന് വെച്ചത്. ഇനി ഞാനൊരു തവണ ഞാനിത് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ, ഏതെങ്കിലും കട്ടിങ് എടുക്കുമ്പോൾ. അപ്പോൾ ഈ അടുത്തുണ്ടായിരുന്നൊക്കെ ഞാൻ കട്ടിങ് എടുത്ത് വെച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള വെറൈറ്റികളൊക്കെ അഗ്ലോണിമകൾ ഞാനിവിടെ ഇങ്ങനെ ഈ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ കാരണം ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ റൂട്ട് പിടിപ്പിക്കാൻ ഇങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ടാണ്, എനിക്ക് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വെച്ചിട്ടുള്ള പ്ലാന്റുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നെടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. മാക്സിമം അഫോർഡബിൾ ആയുള്ള പ്രൈസിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്.